ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കിൻ പ്രെപ്പൊക്കെ ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇതിലിട്ടിട്ടുള്ളത്. ആദ്യം തന്നെ ഫേസ് മിസ്റ്റാണ് സ്പ്രേ ചെയ്തത്. പിന്നെ അതിന് ശേഷം ഞാൻ പ്രൈമർ ഇട്ടു. മേക്കപ്പ് സ്റ്റുഡിയോയുടെ പ്രൈമറാണ്. മേക്കപ്പ് സ്റ്റുഡിയോയുടെ പ്രൈമർ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രൈമേഴ്സാണ് കേട്ടോ. മോയ്സ്ചറൈസർ പോലെ തന്നെ ഇരിക്കും, അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈമറാണ്. കുറച്ച് റേറ്റ് ഉണ്ട്, നല്ലതാണ്. പിന്നെ ഡെയിലി ഫോർ എവറിൻ്റെ കറക്റ്റ് പാലറ്റ് യൂസ് ചെയ്താൽ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ ഐ ക്രീം ഇട്ടിട്ടില്ല. ഐ ക്രീം ഇടാതെ എനിക്ക് പിന്നെ ഇത്രയും പ്രോഡക്റ്റ്സ് ഒക്കെ ഇടുമ്പം പെട്ടെന്ന് ഡ്രൈ ഔട്ടായിട്ട് ക്രീസ് ലൈൻസ് വരാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ഞെട്ടിയത്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ ഞാൻ അത് കളയാനൊന്നും പോയില്ല. ഫസ്റ്റ് ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്തു. പിന്നെ അതിന് ശേഷം എൻ്റെ സ്കിൻ ടൈപ്പിൻ്റെ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. പിന്നെ പാലറ്റിലേക്ക് ഇട്ടിട്ടാണ് ഞാൻ ഇടാറ്, അല്ലാണ്ട് ഡയറക്റ്റായിട്ട് ഞാൻ പ്രോഡക്റ്റ് ഇടാറില്ല. അപ്പോൾ എനിക്ക് ഈവണായിട്ട് പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോലെ തോന്നും. ചില സ്ഥലത്ത് കൂടുതൽ പ്രോഡക്റ്റ് ആയിരിക്കും, ചില സ്ഥലത്ത് കുറച്ചായിരിക്കും, അങ്ങനെ ഇരിക്കും. എനിക്ക് അത്യാവശ്യം കുറച്ച് കറക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ണിൻ്റെ മേലെയും താഴെയായിട്ടാണ് ഉള്ളത്, വേറെ അങ്ങനെ സ്കിന്നിൽ കറക്ഷൻസ് ഇല്ല. ഡെയിലി ഫോർ എവറിൻ്റെ കറക്റ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് ഒരു ഫുൾ കവറേജ് കൈൻഡ് ഓഫ് അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ അതിന് ശേഷം ലിക്വിഡ് കൺസീലർ യൂസ് ചെയ്യുമ്പോഴും ഫസ്റ്റ് ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് പ്രിഫർ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാനൊരു ഫുൾ കവറേജിന് തന്നെ ഡാർക്ക് ഷെയ്ഡ് ഇട്ടിട്ട് അതിന് ശേഷം മാത്രമേ ഞാൻ ലൈറ്റർ ഷെയ്ഡ് ഇടാറുള്ളൂ. ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ഫുൾ പിഗ്മെൻറ്റേഷൻ കവേർഡ് ആവാതെ പോയിട്ട് ലൈറ്റർ ഷെയ്ഡ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു നിറവ്യത്യാസം കൂടുതൽ എടുത്ത് കാണിക്കും. പിന്നെ ഞാൻ കണ്ണിന് ഒക്കെ കറക്ഷൻസ് കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ കെ ബ്യൂട്ടിയുടെ ബനാന പൗഡർ യൂസ് ചെയ്തിട്ട് മേക്കപ്പ് ലോക്ക് ചെയ്തു. പിന്നെ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇത് ഞാൻ എന്താ ചെയ്യുന്നതെന്നറിയോ, ഇത് ഞാൻ ലൈനറിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഔട്ട്ലൈൻ പോലെ ഉണ്ടാക്കി വെക്കുവാണ്. സോ ദാറ്റ് ഫസ്റ്റ് സിമെട്രിക് ആയിട്ട് ജസ്റ്റ് കിട്ടുന്ന രീതിയിൽ ഞാൻ ആദ്യം വരച്ച് വെക്കും, അതിനുശേഷം മാത്രം ലൈനർ ഇടാറ്. അത് കുറേ കൂടി ഈസിയറാണ്. പിന്നെ പ്രോഡക്റ്റ്സ് ഒക്കെ എടുക്കുമ്പം പറ്റുന്നതും കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രം ആദ്യം എടുക്കുക. അപ്പോൾ കറക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. ആദ്യമേ പോയിട്ട് ഒത്തിരി പ്രോഡക്റ്റ്സ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കത് കളഞ്ഞ് മാറ്റി ശരിയാക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. എൻ്റെ കണ്ണ് ഹൂഡഡ് ഐസാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരു ക്രീസ് മേലേക്ക് വരയ്ക്കുന്നത്. എൻ്റെ നോർമലായിട്ടുള്ള ക്രീസ് ലൈനിൻ്റെ മേലേക്ക് കുറച്ചും കൂടെ മേലോട്ടായിട്ടാണ് ഞാനിപ്പോൾ ഈ ക്രീസ് ലൈൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഐ മേക്കപ്പ് ഇന്ന് കുറച്ച് കളർഫുള്ളായിട്ട് ചെയ്യാമെന്ന് വെച്ചു, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആദ്യം മെയ്ബ്ലിൻ്റെ ബ്രൗൺ ഒരു കാജൽ പെൻസിൽ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിലൊക്കെയുള്ള നിങ്ങൾക്ക് എൻ്റെ ബ്രഷിൻ്റെ സ്ട്രോക്സ് കണ്ടാൽ അറിയാൻ പറ്റും. ഞാൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ കളറ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. ആദ്യമേ പോയിട്ട് നമ്മൾ ഇപ്പം കണ്ണിനൊക്കെ നമുക്ക് ഐ മേക്കപ്പ്സ് ചെയ്യുമ്പം ടുവേർഡ്സ് ദ എൻഡ് വരുമ്പം നമ്മൾ പൊതുവേ ഡാർക്ക് ഷെയ്ഡ്സാണ് ഇടുക. പക്ഷേ അവിടെ ഇടുന്ന ടൈമിൽ നമ്മൾ സ്ലോലി കളറ് ബിൽഡ് ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി കിട്ടുക. അല്ലാതെ ആദ്യമേ പോയിട്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഞാൻ അങ്ങനെ ഇടാറില്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെയാണ് എനിക്ക് കുറേ കൂടെ നീറ്റായിട്ട് കിട്ടുന്നത്. അപ്പം ആദ്യം ഞാനൊരു കട്ട് ക്രീസ് ലുക്ക് എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടൊക്കെ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കളേഴ്സൊക്കെ എൻ്റെ ഇഷ്ടം പോലെ, എൻ്റെ അപ്പോഴുള്ള തോന്നൽ പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് മേക്കപ്പ് ഇസ് എൻ ആർട്ട്. അപ്പം നമ്മൾ ആർട്ടിസ്റ്റിന് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ. പിന്നെ ഇത് അങ്ങനെ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണല്ലോ, ലൈക്ക് എൻ്റെ മേലെ ചെയ്യുന്ന ഒരു മേക്കപ്പ് ലുക്കാണല്ലോ. സോ എനിക്കിഷ്ടമുള്ള കളേഴ്സ് കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഇത് കൺസീലർ ഞാനിങ്ങനെ ഇടുന്ന ടൈമിൽ എൻ്റെ സ്കിന്നിന് കുറച്ച് ലൂസായിട്ടുള്ള സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇടുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്ട്രെയിറ്റ് ആയിട്ട് നീറ്റായിട്ടുള്ള ഒരു ലൈനായിട്ട് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് ഞാൻ ഇടുന്നത്. ഒരുപാട് സ്ട്രെച്ച് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ പ്രശ്നമുള്ള ആൾക്കാർ ഒരുപാട് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നീറ്റായിട്ട് കിട്ടത്തില്ല. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട് നമ്മൾ ഈ ഇട്ട ഐ ഷാഡോസിൽ കളർ സിമെട്രിക് അല്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺസീലർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. അവിടെ ഞാൻ കട്ട് ക്രീസിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തത്. പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ പാക്കിൻ്റെ ലൈനറാണ് ഇട്ടത്. ഒരാൾക്കും ഞാൻ ഈ സാധനം റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. ബിക്കോസ് പാക്കിൻ്റെ ലൈനർ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന സാധനമാണ്. പിന്നെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു, അതുകൊണ്ട് ഞാനിങ്ങനെ തീരുന്നവരെ യൂസ് ചെയ്യാണ്. എനിക്ക് പാക്കിൻ്റെ ലൈനർ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാനൊരു ഡ്യൂറാ ലൈനിൽ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഇടാൻ പറ്റാറുള്ളൂ, അല്ലാണ്ട് എനിക്ക് ഇടാൻ പറ്റാറില്ല.
പിന്നെ തിന്നായിട്ടുള്ള ലൈനറാണ് ഞാൻ ഇടാറ്. ടുവേർഡ്സ് ദ എൻഡ് മാത്രമാണ്, ടെയിലിൻ്റെ ഭാഗത്ത് മാത്രമാണ് കുറച്ച് തിക്കറായിട്ട് കൊടുക്കുന്നത്. അതും എൻ്റെ ഹൂഡഡ് ഐസിൻ്റെ റീസൺ കൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് തിക്കറായിട്ട് കൊടുക്കുമ്പോൾ കണ്ണ് പിന്നെയും ഇറുങ്ങിയ പോലെ തോന്നും. അപ്പം ഐ മേക്കപ്പിൽ കണ്ടില്ലേ, കളേഴ്സൊക്കെ ഞാൻ യൂസ് ചെയ്ത് ഇന്ന കളേഴ്സാണ്. പിന്നെ കണ്ണിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഞാൻ ലൈറ്റ് ഷെയ്ഡ്സ് മാത്രമേ എനിക്ക് ഇടാറുള്ളൂ. കാരണം അല്ലെങ്കിൽ പിന്നെ അതാകെ ഇറങ്ങി പിടിച്ച പോലെ തോന്നും. ഇത് കണ്ടോ, ഞാൻ ഐ ഷാഡോ ലൈക്ക് ഷിമ്മർ ഇട്ടപ്പം മേലത്തെ കളറിലേക്ക് പോയതാണ്. സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈപ്പ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ, അപ്പോൾ ബേസ് മൊത്തം ഇളകും. അതുകൊണ്ട് ഒരു സ്കോച്ച് ടേപ്പ് വെച്ചിട്ട് റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഓരോരോ കറക്ഷൻസിന് വേണ്ടി അതിൻ്റേതായിട്ടുള്ള രീതി ഫോളോ ചെയ്യണം. ഇത് ഷോളോയുടെ പിഗ്മെൻ്റ് ആണ്, റോക്സ. പിന്നെ ഞാൻ ലാഷസ് വെച്ച വീഡിയോ ഞാൻ എടുത്തില്ല. പിന്നെ ഈ സാധനം ലൈനർ ഇട്ടു, ലിക്വിഡ് ലൈനർ. ലാഷസ് വെച്ചതിന് ശേഷം ലിക്വിഡ് ലൈനർ ഇടും. പിന്നെ ഞാൻ കണ്ണ് കുറച്ച് പോപ്പ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് ഞാൻ നൂഡ് പെൻസിൽ വെച്ചിട്ടാണ് വാട്ടർ ലൈൻ വരച്ചത്. പിന്നെ അതിന് ശേഷം മേബിലിൻ്റെ ഒരു ബ്രൗൺ പെൻസിൽ വെച്ചിട്ട് ഔട്ട് കൊടുത്തു ലാഷസിന് കറക്റ്റായിട്ട്. പിന്നെ അതിന് ശേഷം ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൗൺ ഐ ഷെഡോ വെച്ചു. പിന്നെ ഫേസിലെ കറക്ഷൻസ് ചെയ്തു. ഫസ്റ്റ് ഓറഞ്ച് കറക്ടർ, പിന്നെ അതിന് ശേഷം എൻ്റെ സ്കിന്നിന് കറക്റ്റായിട്ടുള്ളൊരു കറക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലെൻഡർ വെച്ചിട്ട് ഞാനൊന്ന് ഈവൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലെൻഡ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ടു ഫേസിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്തത്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, നമുക്ക് ഒട്ടും ഫൗണ്ടേഷൻ ഉള്ള പോയിട്ട് അങ്ങനെ തോന്നത്തില്ല. ഭയങ്കര നാച്ചുറൽ ഫിനിഷായിട്ട് കിട്ടും. പിന്നെ ഇന്ന് ഞാൻ പേർപ്പസ്ഫുള്ളി കുറച്ചൊരു ബ്രൈറ്റർ ഷെയ്ഡ് സെലക്ട് ചെയ്തതാണ് കേട്ടോ. ഇത് കെ ബ്യൂട്ടിയുടെ ക്രീം ബ്ലഷ് ആണ് ഇട്ടത്. എൻ്റെ റൗണ്ട് ഫേസ് ആയതുകൊണ്ട് ഫ്രണ്ടിലോട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഉരുണ്ടിരിക്കും. സോ എനിക്ക് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഞാൻ കോർണേഴ്സിലാണ് ബ്ലഷ് ഇടുന്നത്. പിന്നെ കോൺടോർ ചെയ്തു. കോൺടോറും എനിക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എൻ്റെ വട്ടം മുഖമായതുകൊണ്ട് സൈഡിലേക്ക് എനിക്ക് ബ്ലഷ് കോൺടോറൊക്കെ ചെയ്തിട്ട് ഒന്ന് ലിഫ്റ്റ് ചെയ്ത പോലത്തെ ഒരു അപ്പിയറൻസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് വേണ്ട ഭാഗങ്ങളിൽ ഞാൻ ലിക്വിഡ് കൺസീലർ, ഒരു ലൈറ്റ് കളർ കൺസീലർ വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഇന്ന് ഫൗണ്ടേഷൻ ഇട്ടപ്പോൾ ഞാൻ ബ്ലെൻഡർ യൂസ് ചെയ്തില്ല കേട്ടോ, ബ്രഷ് മാത്രമേ യൂസ് ചെയ്ത്. എനിക്ക് കുറച്ച് എടുത്ത് കാണിക്കുന്ന രീതിയിൽ ഇന്ന് എനിക്ക് വേണമായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഐബ്രോസ് ചെയ്യുമ്പം ഞാൻ വളരെ മിനിമലായിട്ടാണ് ഇന്ന് ചെയ്തത്. പിന്നെ ലൈനർ യൂസ് ചെയ്ത് ഒരു ഓംബ്രേ ലിപ്സാണ് ഞാൻ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഫസ്റ്റ്. അതാണ് ഞാൻ ഈ രീതിയിൽ ലൈനർ കൊണ്ട് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ലിപ്സിൻ്റെ രണ്ട് സൈഡിലും ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ ഞാൻ അവിടെ നന്നായിട്ട് ബ്രൗൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സെൻറ്റർ പാർട്ട് ഞാൻ വിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓംബ്രേ ലിപ്സ് അങ്ങനെയാണ്, രണ്ട് ഷെയ്ഡ്സ് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റും. അപ്പം അത് ചെയ്തതിന് ശേഷം ഞാൻ ഡെയിലി ഫോർ എവറിൻ്റെ ലിപ്പ് പാലറ്റിൽ ഒരു ലൈക്ക് പീച്ച് കളർ പോലത്തെ, ഒരു ലൈറ്റ് പീച്ച് പോലത്തെ കളറാണ് ഞാൻ ആദ്യം സെൻറ്ററിലിട്ടത്. അത് ഇതിലില്ല കേട്ടോ. അതിനുശേഷം ഞാൻ കൺസീലർ വെച്ചിട്ട് ഈ പറയുന്ന സെൻറ്റർ ഭാഗത്ത് കുറച്ചും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്തു. അപ്പോഴത്തേക്ക് എനിക്ക് സൈഡിലത്തെ ഡാർക്ക് കളർ കുറച്ച് കുറവാന്ന് തോന്നി. അപ്പോഴത് എടുത്ത് കാണിക്കുന്നില്ല എന്ന് തോന്നി. അതാണ് ഞാൻ ഒന്നും കൂടെ അത് വരച്ചു കൊടുത്തത്. പിന്നെ ഞാൻ ആക്ച്വലി ലിപ് ഗ്ലോസ് ഇടണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഈ ടൈമിലൊന്നും അത് ഇട്ടിട്ടില്ല. പിന്നെ മാസിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഈ ടൈമിലൊന്നും ഞാൻ ഇതിട്ടിട്ടില്ല കേട്ടോ, ഗ്ലോസ് ഇട്ടിട്ടില്ല, ഞാൻ മറന്നുപോയതാണ്. അത് പിന്നെ ഫോട്ടോ സെഷൻ്റെ സമയത്താണ് ഞാൻ കണ്ടത്, അപ്പോഴാണ് ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ മേക്കപ്പ് ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.